മത്സരത്തിന്റെ സ്റ്റാർ അത് മറ്റാരുമല്ല ഉസ്മാൻ ഡെംബേലയാണ്. ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മെസ്സിയും റൊണാൾഡോയും കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡിനെയും ലെമീൻ യമാലിനെയും ഒക്കെ തന്നെ പറഞ്ഞെങ്കിലും ഈ താരത്തെ പലരും ഉയർത്തിക്കാട്ടുന്നത് കണ്ടില്ല. പക്ഷേ ചില്ലറക്കാരനല്ല ഉസ്മാൻ ഡെംബേലെ നിലവിലെ ലോക ഫുട്ബോളറാണ്. ബലന്തോർ ജേതാവാണ്. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയതാണ്. കഴിഞ്ഞ 2 സീസണുകളായി ചാമ്പ്യൻസ് ലീഗിൽ PSG-ക്കായി വമ്പൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ്. പക്ഷേ അദ്ദേഹത്തെ ആരും എടുത്തു കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉസ്മാൻ ഡെംബേലയുടെ തകർപ്പൻ പ്രകടനമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഗോൾ നേടി. ഈ മത്സരത്തിൽ ഹാട്രിക്കാണ് നേടിയത്. ഈ ലോകകപ്പിലെ 3ാമത്തെ ഹാട്രിക്ക്, അതായത് ലിയോണൽ മെസ്സിക്കും ജൊനാഥൻ ഡേവിഡിനും ശേഷം വന്ന ഹാട്രിക്ക് എന്നുള്ളതാണ്. 7, 20, 32 മിനിറ്റുകളിലായിരുന്നു ഹാട്രിക്ക്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മത്സരത്തിലെ സ്റ്റാറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ 65 മിനിറ്റാണ് ഉസ്മാൻ ഡെംബേലെ കളിച്ചത്. അതിൽ 3 ഗോൾ ഉണ്ടായിരുന്നു. 3 ഓൺ ടാർഗറ്റാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് 3 തവണ ഷോട്ടിന് നേരെ പന്ത് തീർത്തു. അത് 3ഉം വലയിൽ കയറി എന്നുള്ളത് തന്നെയാണ്. അതും ഒരു ഇടങ്കാലൻ ഷോട്ടും വലങ്കാലൻ ഷോട്ടും. അങ്ങനെ ഉസ്മാൻ ഡെംബേലയുടെ മാത്രം പ്രത്യേകതയായി പലരും എടുത്തു പറയുന്നതാണ്. 2 കാലും കൊണ്ടും ഒരേ തരത്തിൽ, അത് ഏത് കാലാണ് സ്ട്രോങ് എന്ന്, അല്ലെങ്കിൽ ഏറ്റവും അവരുടെ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് സാധിക്കാത്ത തരത്തിൽ ഉസ്മാൻ ഡെംബേലെ 2 കാലം കൊണ്ടും പ്രഹരിക്കും എന്നുള്ളതാണ് ആ താരത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയായി പറയുന്നത്. അത് രണ്ടും നമ്മൾ ഈ മത്സരത്തിൽ കണ്ടതുമാണ്. എന്തായാലും ഇത് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. 1994 ലോകകപ്പിലെ റഷ്യയുടെ ഒലേഗ് സലേങ്കയുടെ ഫസ്റ്റ് ഹാഫ് ഹാട്രിക്കിന് ശേഷം ഇത് ആദ്യ ഹാഫിൽ ഉണ്ടാകുന്ന ഒരു ഹാട്രിക് എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ തന്നെ ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന 3ാമത്തെ മാത്രം ഫ്രഞ്ച് താരമെന്ന റെക്കോർഡ് കൂടി ഉസ്മാൻ ഡെംബേലെ നേടുന്നുണ്ട്. ജസ്റ്റ് ഫോണ്ടൈനും ഒപ്പം തന്നെ കിലിയൻ എംബാപ്പെ കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഫൈനലിൽ കിലിയൻ എംബാപ്പെ ഹാട്രിക് നേടിയിരുന്നു. അതുകൂടി ചേർക്കുമ്പോൾ അങ്ങനെ 3ാമത്തെ മാത്രം ഫ്രഞ്ച് താരമായി ഉസ്മാൻ ഡെംബേലെ മാറുന്നു എന്നുള്ളത് തന്നെയാണ്.